നമസ്കാരം. ചോറ്റാനിക്കര അമ്മയെ ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും. എന്നാൽ പലർക്കും അമ്മയുടെ കടാക്ഷത്താൽ തന്നെ ഒന്നിലധികം തവണ അമ്മയെ ദർശിക്കാനുള്ള സൗഭാഗ്യവും തേടി എത്തിയിട്ടുള്ളവരാകുന്നു. എന്നാൽ ഇന്ന് അമ്മയുടെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് മകം തൊഴൽ. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ദിവസം. അതിനാൽ തന്നെ ഇന്നേ ദിവസം അമ്മയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുന്നത്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷം മുഴുവൻ തേടിയെത്തുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ 3 ചിത്രങ്ങളിൽ സവിശേഷമായ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. അതിൽ ആദ്യത്തെ ചിത്രം ചോറ്റാനിക്കര അമ്മയുടെയും, രണ്ടാമത്തെ ചിത്രം കീഴ്ക്കാവിലമ്മയുടെയും, മൂന്നാമത്തെ ചിത്രം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെയും ആകുന്നു. ഈ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ചോറ്റാനിക്കര അമ്മയെ, ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്ന് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത്. ഏവരും കണ്ണുകൾ പതുക്കെ തുറന്ന് ഈ 3 ചിത്രങ്ങളിൽ ആദ്യം കാണുന്ന ചിത്രം ഏതോ ആ ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ നാമങ്ങളോ അതല്ല ഇഷ്ടദേവതയുടെ നാമങ്ങളോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രമായ ചോറ്റാനിക്കര അമ്മയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. മനക്ലേശങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതിന് സഹായകരമായ കാര്യങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായങ്ങൾ വന്നു ചേരുവാൻ സാധ്യതകൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തികളിൽ നിന്ന് പോലും സഹായം ലഭിച്ചു എന്ന് വരാം. ബിസിനസ് പരമായി നോക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഷ്ടതകളുണ്ട്, ദുരിതങ്ങളുണ്ട്. അതിനാൽ തന്നെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് എങ്കിൽ തീർച്ചയായും അത്തരം പ്രശ്നങ്ങൾ വഴിമാറുന്നതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കഴിവ് നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഉയർച്ച വന്ന് ചേരുകയും ചെയ്യും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ തിരിച്ചറിയണം എന്നില്ല. ഇതിനാൽ നിങ്ങൾക്ക് തന്നെ ദോഷങ്ങൾ വന്ന് ഭവിക്കാം. പ്രതീക്ഷിച്ച ഉയർച്ച വന്ന് ചേരണം എന്നില്ല. അതിനാൽ കഴിവുകൾ പ്രകാശിപ്പിക്കേണ്ട സമയമാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒന്നും രഹസ്യമായി വയ്ക്കരുത്. നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുക തന്നെ വേണം. അക്കാര്യം മറക്കാതിരിക്കുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് ഇരട്ടി സൗഭാഗ്യം, സന്തോഷം നൽകുന്ന കാര്യങ്ങളായി മാറും. അപ്രതീക്ഷിതമായ ധനം കൈകളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. എതിർപ്പുകൾ ജീവിതത്തിൽ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചും എതിർപ്പുകൾ വന്നു ചേരാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. അങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, പ്രതിരോധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ അഥവാ ഉയരങ്ങളിൽ എത്തുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സുഖമായി തന്നെ ജീവിക്കുവാനുള്ള ചില അവസരങ്ങൾ ദേവിയായി തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ആ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുക തന്നെ വേണം. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും. ബുദ്ധി, സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ബുദ്ധിപരമായ പല നീക്കങ്ങൾ നടത്തുവാനും തന്മൂലം
ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കലാമേഖലകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർച്ച വന്നു ചേരാൻ സാധ്യത കൂടുതലാണ്. അത്തരം അവസരങ്ങൾ ജീവിതത്തിലേക്ക് സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. വലിയ പ്രയത്നം കൂടാതെ തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ ചില അവസരങ്ങൾ അമ്മയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദീർഘായുസ് നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരും. സാമ്പത്തികശീലം നിങ്ങൾക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. വിവാഹം കൂടാതെ ജീവിതത്തിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അമ്മയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കീഴ്ക്കാവിലമ്മയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. കൂടാതെ നഷ്ടപ്പെട്ട വസ്തുക്കൾ അത് നിങ്ങൾക്ക് എത്ര മൂല്യമേറിയതാണ് എന്നിരുന്നാൽ പോലും അത് തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം ആകുന്നു. സുഹൃത്തുക്കളെ പരിപൂർണമായും അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യവുമായി മുന്നോട്ട് പോകരുത് എന്ന് തന്നെ പറയാം. അത്തരത്തിൽ പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ തന്നെ നഷ്ടങ്ങൾ വന്ന് ഭവിക്കുന്നതിന് അത് കാരണമായി തീരും. പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ സുഹൃത്തുക്കളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. പെട്ടെന്ന് ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും അകലുവാൻ പാടുള്ളതല്ല. അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ കൈക്കൊള്ളുവാൻ പാടൂ. ദുഃഖങ്ങൾ ബുദ്ധിപൂർവം തന്നെ തരണം ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സംജാതമാകും. ദുഃഖം വരുമ്പോൾ തളരാതെ പ്രതിരോധിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് വിജയം കാണുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അന്യരുടെ സഹായത്താൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. സ്വതന്ത്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള അവസരങ്ങൾ തന്നെ നിങ്ങൾ സൃഷ്ടിക്കേണ്ടതാകുന്നു. തീർച്ചയായും നിങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നേട്ടങ്ങൾ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതൊരു പ്രത്യേകതയായി തന്നെ പറയാം. ഉപദേശങ്ങൾ സ്വീകരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരും. അത് ശരിയായ രീതിയിൽ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ വളരെയധികം ശ്രദ്ധിച്ചു തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ആത്മധൈര്യം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. കൂടാതെ ത്യാഗം ചെയ്യുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ത്യാഗങ്ങൾ ചെയ്തിട്ടുള്ളവർ തന്നെയാണ് എന്ന് പറയാം. തുടർന്നും അത്തരം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, നിങ്ങൾ വിദ്യാസമ്പന്നരാണ്. അതിനാൽ തന്നെ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. കൂടാതെ സന്താനങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം പകരുന്നതായ ചില അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് സന്തോഷം കടന്നു വരാം. ആരോഗ്യപരമായ നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാം. അസുഖങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നിരുന്നാൽ പോലും അത്തരം കാര്യങ്ങളിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരാം. സമൂഹത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ വാക് സാമർത്ഥ്യത്താൽ നിഷ്പ്രഭരാക്കി മാറ്റുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശത്രുക്കളെ പോലും സ്വാധീനിച്ച് നിങ്ങൾക്ക് മിത്രങ്ങളാക്കുവാൻ പോലും സാധിക്കും. അത്രയധികം കഴിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. പങ്കാളിയാൽ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും. ധനപരമായ നേട്ടങ്ങളും സന്തോഷവും നിങ്ങൾക്ക് പിന്തുണയും അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന അവസരം കൂടിയാണ് ഇത്. തീർച്ചയായും നിങ്ങൾ കീഴ്ക്കാവിലമ്മയെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും. മൂന്നാമത്തെ ചിത്രമായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ബന്ധുക്കളുമായുള്ള വിരോധം നിങ്ങൾക്ക് അകലുവാനുള്ള അവസരങ്ങൾ സംജാതമാകും. ബുദ്ധിപരമായ നേട്ടങ്ങൾ, ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സ്വന്തം പ്രവൃത്തിയാൽ പലപ്പോഴും ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അകൽച്ചകൾ വന്നു ചേരാം.
അതിനാൽ ഏതൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. ആ കാര്യം തീർച്ചപ്പെടുത്തേണ്ടതാകുന്നു. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സമ്മാനിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. സൽപ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നതിനാലാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അഥവാ സാക്ഷാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സാമർഥ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സരസ്വതി ദേവിയുടെയും കാളി ദേവിയുടെയും കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. മഹാവിഷ്ണു ഭഗവാന്റെ കടാക്ഷം കൂടി ഉള്ളതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സ്നേഹപൂർവ്വം സംസാരിക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മുതൽക്കൂട്ടായി മാറും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. വൻ പദ്ധതികൾ ആവിഷ്കരിച്ച് ആ കാര്യങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ പ്രത്യേകമായ കഴിവ് നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ നവീകരണ പ്രവർത്തനങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ആഡംബര ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ വന്ന് ഭവിക്കാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശത്രുക്കൾ വർദ്ധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരാം. എന്നാൽ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരം തടസ്സങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾ വന്നു ചേരാം. എന്നാൽ ദേവിയെ ആരാധിച്ച്, പ്രത്യേകിച്ചും മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള കലഹങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. മധ്യവയസ്സിന് ശേഷം ജീവിതത്തിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുക തന്നെ ചെയ്യും. കൂടാതെ സംഗീതവുമായി ബന്ധപ്പെട്ടും കലാമേഖലകളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും ഉയർച്ചകൾ വന്ന് ചേരുന്നതാണ്. പൂർവിക സ്വത്ത് നിങ്ങൾക്ക് ആർജിക്കുവാൻ അഥവാ കൈവരിക്കുവാൻ തടസ്സങ്ങൾ കൂടാതെ തന്നെ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു.